ഓൺലൈൻ മത്സര പരീക്ഷാ കോച്ചിങ്ങിൽ വിപ്ലവകരമായ വിജയം കൈവരിച്ച കോമ്പറ്റേറ്റീവ് ക്രാക്കർ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി തയ്യാറാക്കിയിരിക്കുന്ന ഓൺലൈൻ കോച്ചിംഗ് പ്ലാറ്റ്ഫോം CC+. 8ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കായി സമഗ്രമായി തയ്യാറാക്കിയിരിക്കുന്ന ക്ലാസുകൾ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കാം 8589083568. ഹായ് ചിൽഡ്രൻ, വെൽക്കം ടു CC+. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 9th സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് ചാപ്റ്ററായ മാറ്റർ ഇൻ അവർ സറൗണ്ടിങ്സ്. അതിലെ ഗേഷ്യസ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ആ പോർഷനാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആ പോർഷനിലേക്ക് പോകാം. എന്താണ് ഗേഷ്യസ് സ്റ്റേറ്റ്? We know that matter exists in 3 states. അതേതൊക്കെയാണ്? സോളിഡ് സ്റ്റേറ്റ്, ലിക്വിഡ് സ്റ്റേറ്റ്, ഗേഷ്യസ് സ്റ്റേറ്റ്. നോക്ക്, മാറ്ററിൻ്റെ 3 സ്റ്റേറ്റ്സ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. സോളിഡ് സ്റ്റേറ്റ്, ലിക്വിഡ് സ്റ്റേറ്റ്, ഗേഷ്യസ് സ്റ്റേറ്റ്. മാറ്ററിൻ്റെ 3 സ്റ്റേറ്റുകൾ. അപ്പോൾ സോളിഡ് സ്റ്റേറ്റിൻ്റെ പ്രത്യേകത എന്താണ്? ഇൻ സോളിഡ് സ്റ്റേറ്റ് ദ മോളിക്യൂൾസ് ആർ ഹെൽഡ് ടു ഫിക്സ്ഡ് പൊസിഷൻസ്. അതായത് നോക്ക്, സോളിഡ് സ്റ്റേറ്റിൽ മോളിക്യൂൾസ് എങ്ങനെയാണ്? നോക്ക്, ഫിക്സ്ഡ് പൊസിഷൻസിലാണ്, അല്ലെങ്കിൽ ദേ ആർ ക്ലോസ്ലി പാക്ഡ് ആണ്, അല്ലെങ്കിൽ ദേ ആർ ടൈറ്റ്ലി പാക്ഡ് ആണ്. ഇൻ സോളിഡ് സ്റ്റേറ്റ് ദ മോളിക്യൂൾസ് ആർ ക്ലോസ്ലി അല്ലെങ്കിൽ ടൈറ്റ്ലി പാക്ഡ് ആണ്. ദർ ഈസ് നോ ഇന്റർമോളിക്കുലാർ സ്പേസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ മോളിക്യൂൾസിൻ്റെ ഇടയിൽ ഇന്റർമോളിക്കുലാർ സ്പേസ് വളരെ കുറവാണ്. കണ്ടില്ലേ? മോളിക്യൂൾസ് ആർ ക്ലോസ്ലി പാക്ഡ് ആണ്, ഹെൽഡ് ഇൻ ഫിക്സ്ഡ് പൊസിഷൻസിൽ. അത് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ നോക്കിയേ, ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് വരുമ്പോഴത്തേക്കും ദ മോളിക്യൂൾസ് ആർ പാക്ഡ് ക്ലോസ് ടുഗദർ ആണ്. കുറച്ചും കൂടി അടുത്തടുത്തൊക്കെയാണ് പാക്ക് ചെയ്തിരിക്കുന്നത് മോളിക്യൂൾസ്. പക്ഷേ എങ്കിലും ദേ ആർ ഫ്രീ ടു മൂവ്. ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് വരുമ്പോഴത്തേക്കും ദ മോളിക്യൂൾസ് ആർ ഫ്രീ ടു മൂവ്. ക്ലോസ്ലി പാക്ഡ് ആണ് എങ്കിൽ പോലും ദ മോളിക്യൂൾസ് ആർ ഫ്രീ ടു മൂവ് ഇൻ ലിക്വിഡ് സ്റ്റേറ്റ്. അപ്പോൾ നമ്മൾ സോളിഡ് സ്റ്റേറ്റ് പറഞ്ഞു, ലിക്വിഡ് സ്റ്റേറ്റ് പറഞ്ഞു. നമ്മൾ പഠിക്കാൻ പോകുന്ന ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് നോക്ക്. ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് വരുമ്പോഴത്തേക്കും മോളിക്യൂൾസ് ആർ വൈഡ്ലി സെപ്പറേറ്റഡ്. കണ്ടില്ലേ? ഗേഷ്യസ് സ്റ്റേറ്റിൽ വന്നപ്പോൾ എന്തായി? ആ മോളിക്യൂൾസ് തമ്മിൽ ഒരുപാട് ഡിസ്റ്റൻസ് ഉണ്ട്. കണ്ടില്ലേ? ദേ ആർ വൈഡ്ലി സെപ്പറേറ്റഡ്. അതുകൊണ്ടാണ് ഗേഷ്യസ് സ്റ്റേറ്റിൽ നമ്മൾ പറയുന്നത് നോ ഫിക്സ്ഡ് ഷേപ്പ്, നോ ഫിക്സ്ഡ് വോളിയം എന്നൊക്കെ പറയുന്നത്. ഗ്യാസസിൻ്റെ ഷേപ്പ്, വോളിയം എല്ലാം അതൊക്കെ നമുക്ക് പറയാൻ പറ്റാത്തത് ബിക്കോസ് ഇൻ ഗേഷ്യസ് സ്റ്റേറ്റ് ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദ മോളിക്യൂൾസ് തമ്മിലുള്ള ആ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വെരി വെരി വീക്കാണ്, വളരെ കുറവാണ്. കമ്പയർ ടു സോളിഡ് സ്റ്റേറ്റ് ഓർ ലിക്വിഡ് സ്റ്റേറ്റ്, ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദ 2 മോളിക്യൂൾസ് അല്ലെങ്കിൽ മോളിക്യൂൾസ് ഒക്കെ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഭയങ്കര വീക്കാണ്. ദേ ആർ വെരി വെരി വീക്കാണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം ഗ്യാസസിലെ മോളിക്യൂൾസ് ഒരുപാട് ദൂരത്താണ്. അതായത് മോളിക്യൂൾസ് വൈഡ്ലി സെപ്പറേറ്റഡ് ആയതുകൊണ്ട് ഇന്റർമോളിക്കുലാർ ഫോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ഒട്ടും കണക്കാക്കാൻ പറ്റില്ല, വെരി സ്മോളാണ്. അതുകൊണ്ട് തന്നെ ഗ്യാസസിന് ഒരു ഫിക്സ്ഡ് ഷേപ്പില്ല, ഒരു ഫിക്സ്ഡ് വോളിയം നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ ഗ്യാസസിൻ്റെ കാര്യങ്ങൾ അതാണ്. ബട്ട് ദേ ക്യാൻ ഫ്രീലി മൂവ് അല്ലെങ്കിൽ ദേ ക്യാൻ ഫ്ലോ. ഗ്യാസ് മോളിക്യൂൾസിന് ഫ്രീഡമുണ്ട്, മൂവ്മെൻറ്റിനുള്ള ഫ്രീഡമുണ്ട്. അതുകൊണ്ട് തന്നെ സോളിഡ് സ്റ്റേറ്റിലുള്ളവരോ ലിക്വിഡ് സ്റ്റേറ്റിലുള്ളവരോ കാണിക്കുന്ന പ്രോപ്പർട്ടീസ് അല്ല ഗേഷ്യസ് സ്റ്റേറ്റിലെ പ്രോപ്പർട്ടീസ്. അപ്പം നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഈ ഗേഷ്യസ് സ്റ്റേറ്റിൽ ഗ്യാസ് കാണിക്കുന്ന പ്രോപ്പർട്ടീസ്, ഗേഷ്യസ് സ്റ്റേറ്റിൻ്റെ പ്രോപ്പർട്ടീസാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ആ പ്രോപ്പർട്ടീസിലേക്ക് നമുക്കൊന്ന് പോകാം. അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന ഗേഷ്യസ് സ്റ്റേറ്റിലെ ഫസ്റ്റ് പ്രോപ്പർട്ടി ഒന്ന്, ഗ്യാസസ് ആർ കംപ്രസിബിൾ. കംപ്രസിബിലിറ്റിയാണ് ഗ്യാസസിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രോപ്പർട്ടി. ഗ്യാസസ് ആർ ഹൈലി കംപ്രസിബിൾ ആസ് കമ്പയർഡ് ടു സോളിഡ്സ് ആൻഡ് ലിക്വിഡ്സ്. സോളിഡ്സിനെയും ലിക്വിഡ്സിനെയും കമ്പയർ ചെയ്യുമ്പോൾ ഗ്യാസസിന് ഒരു പ്രത്യേക പ്രോപ്പർട്ടിയാണ്. എന്താണ്? ദേ ആർ ഹൈലി compressible. Gases are highly compressible. The compressibility of gas. ഏറ്റവും ഈ 3 സ്റ്റേറ്റുകളിലും ഏറ്റവും
കംപ്രസിബിലിറ്റി ഉള്ളത് ഗേഷ്യസ് സ്റ്റേറ്റിനാണ്. അത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം എന്തുകൊണ്ടാണ് ഗേഷ്യസ് സ്റ്റേറ്റ് ഇത്രയും കംപ്രസിബിലിറ്റി കാണിക്കാൻ കാരണം. ബിക്കോസ് നമുക്കറിയാം ഗേഷ്യസ് സ്റ്റേറ്റിലെ മോളിക്യൂൾസ് ആർ വൈഡ്ലി സെപ്പറേറ്റഡ്. നമ്മൾ പഠിച്ചു സോളിഡ് സ്റ്റേറ്റിലേക്ക് നോക്ക്, ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് നോക്ക്. ഗേഷ്യസ് സ്റ്റേറ്റിൽ മോളിക്യൂൾസ് വൈഡ്ലി സെപ്പറേറ്റഡ് ആണ്. അതുകൊണ്ട് അവർക്ക് ഇൻ്റർമോളിക്കുലാർ സ്പേസ് ഉണ്ട്. കണ്ടോ, ഇവിടെയൊക്കെ സ്പേസുകളുണ്ട്, ഇൻ്റർമോളിക്കുലാർ സ്പേസ് ഉണ്ട്. അപ്പം നമുക്ക് പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ അവർക്ക് ആ സ്പേസിലേക്ക് മറ്റു മോളിക്യൂൾസിന് ഒതുങ്ങാനായിട്ട്, വെൻ വി അപ്ലൈ പ്രഷർ ദ മോളിക്യൂൾസ് ക്യാൻ ഗെറ്റ് ഇൻ ടു ദാറ്റ് സ്പേസ്. ആ സ്പേസിലേക്ക് ഒതുങ്ങി വരാൻ പറ്റും. അതാണ് അവർ കംപ്രസിബിൾ ആവാൻ കാരണം. ഡ്യൂ ടു ദ ഇൻ്റർമോളിക്കുലർ സ്പേസ്, അതായത് ദർ വൈഡ്ലി സെപ്പറേറ്റഡ്. അപ്പോൾ ആ മോളിക്യൂൾസ് ക്യാൻ കം ക്ലോസർ വെൻ വി അപ്ലൈ പ്രഷർ ഇൻ ഗേഷ്യസ് സ്റ്റേറ്റ്. പക്ഷെ സോളിഡ് സ്റ്റേറ്റിലൊന്നും അത് പറ്റില്ല, കാരണം അവർ ഓൾറെഡി ക്ലോസ്ലി പാക്ഡ് ആണ്. ഇനി നമ്മൾ എത്ര കൊടുത്താലും അവർക്ക് ആ ഒരു അവസ്ഥയിലേക്ക് എത്താൻ പറ്റില്ല. അതുകൊണ്ടാണ് സോളിഡ്സിൻ്റെ കേസിൽ നമ്മൾ പറയും ദേ ആർ നോട്ട് കംപ്രസിബിൾ. അവർക്ക് കംപ്രസിബിലിറ്റി ഇല്ല സോളിഡ്സിന്. ബട്ട് ഗ്യാസസ് ആർ ഹൈലി കംപ്രസിബിൾ ഡ്യൂ ടു ഇറ്റ്സ് ഇൻ്റർമോളിക്കുലാർ സ്പേസ്, അല്ലെങ്കിൽ ദേ ആർ വൈഡ്ലി സെപ്പറേറ്റഡ്. അതുകൊണ്ടാണ്. അപ്പോൾ ഗ്യാസസിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് കംപ്രസിബിലിറ്റി. ഇതിന് എക്സാമ്പിൾസ് ആയിട്ട് നമ്മൾ പറയാൻ പോകുന്നത് എൽ പി ജി എന്ന് പറഞ്ഞാൽ ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്. എൽ പി ജി എന്ന് പറയുന്നത് ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്, നമ്മുടെ വീട്ടിൽ വരുന്ന സിലിണ്ടേഴ്സ്. അതുപോലെ തന്നെ ഓക്സിജൻ സിലിണ്ടേഴ്സ് വി യൂസ്ഡ് ഇൻ ഹോസ്പിറ്റൽസ്. നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ ഉപയോഗിക്കുന്ന ഓക്സിജൻ സിലിണ്ടേഴ്സൊക്കെ ഈ ഗ്യാസിൻ്റെ കംപ്രസിബിലിറ്റിക്ക് ഏറ്റവും ഉദാഹരണമാണ്, എക്സാമ്പിളാണ്. ദ എക്സാമ്പിൾ ഫോർ ദ കംപ്രസിബിലിറ്റി ഓഫ് ഗ്യാസ് അതിനുള്ളതാണ് എൽ പി ജി സിലിണ്ടേഴ്സ്, ഓക്സിജൻ സിലിണ്ടേഴ്സൊക്കെ. അവിടെയൊക്കെ എന്താണ്, ഗ്യാസസിൻ്റെ ആ കംപ്രസിബിൾ നേച്ചർ കൊണ്ടാണ് നമുക്ക് എന്ത് സാധ്യമാകുന്നത്, ലാർജ് വോളിയം ഓഫ് എ ഗ്യാസ് ക്യാൻ ബി കംപ്രസ്ഡ് ഇൻ ടു എ സ്മോൾ സിലിണ്ടർ ആൻഡ് ട്രാൻസ്പോർട്ടഡ് ഈസിലി. അപ്പോൾ ഡ്യൂ ടു ദ കംപ്രസിബിലിറ്റി ഓഫ് ഗ്യാസ്, ലാർജ് വോളിയം ഓഫ് ഗ്യാസ് ക്യാൻ ബി കംപ്രസ്ഡ് ഇൻ ടു സ്മോൾ സിലിണ്ടേഴ്സ്. ആ സിലിണ്ടറിലേക്ക് ലാർജ് വോളിയത്തിനെ നമുക്ക് കംപ്രസ് ചെയ്യിച്ച് വെക്കാനും ഇറ്റ് ക്യാൻ ബി ഈസിലി ട്രാൻസ്പോർട്ടഡ്. കണ്ടില്ലേ, ഇറ്റ് ക്യാൻ ബി ഈസിലി ട്രാൻസ്പോർട്ടഡ്. അതിനെ നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാനും സാധ്യമാകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഗ്യാസിൻ്റെ കംപ്രസിബിലിറ്റി എന്ന ആ പ്രോപ്പർട്ടിയാണ് എൽ പി ജി സിലിണ്ടേഴ്സിലും ഓക്സിജൻ സിലിണ്ടേഴ്സിലും നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ആൻസർ ഇതാണ്: ഡ്യൂ ടു ദ ഹൈ കംപ്രസിബിലിറ്റി ഓഫ് ഗ്യാസ്, ലാർജ് വോളിയം ഓഫ് എ ഗ്യാസ് ക്യാൻ ബി കംപ്രസ്ഡ് ഇൻ ടു സ്മോൾ സിലിണ്ടർ ആൻഡ് ട്രാൻസ്പോർട്ടഡ് ഈസിലി. അതാണ് അതിൻ്റെ ആൻസർ. ഇനി നമുക്ക് ഇവിടെ മറ്റൊരാളെ കൂടി പഠിക്കണം. എന്താണ്? കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്, CNG. അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് CNG ആണ്, കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്. ഇതിൻ്റെ ഈ കംപ്രസിബിലിറ്റി കാരണം ഇറ്റ് ക്യാൻ ഓൾസോ ബി കംപ്രസ്ഡ് ഇൻ ടു സിലിണ്ടേഴ്സ് ആൻഡ് ക്യാൻ യൂസ്ഡ് ഇൻ വെഹിക്കിൾസ്. അപ്പം നൗഡേയ്സിൽ നമ്മളെ വെഹിക്കിൾസിൽ ഉപയോഗിക്കുന്ന CNG, കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്, ഇതും ഗ്യാസിൻ്റെ കംപ്രസിബിലിറ്റി കൊണ്ടുള്ള ഒരു പ്രോപ്പർട്ടി, കംപ്രസിബിലിറ്റി എന്ന പ്രോപ്പർട്ടി കൊണ്ടാണ് നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്നത്. അത് ഭയങ്കര പൊല്യൂഷൻ ലിമിറ്റഡ് ഒക്കെയാണ്, പൊല്യൂഷൻ ഫ്രീ ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് നൗഡേയ്സ് വി യൂസ് കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് ആസ് ഫ്യൂവൽ ഇൻ വെഹിക്കിൾസ്. അവിടെയും ഗ്യാസിൻ്റെ കംപ്രസിബിലിറ്റി എന്ന ഫാക്ടറാണ് അവിടെ പ്രയോജനപ്പെടുന്നത്. ഓക്കെ, അടുത്തത് നമ്മൾ പറയാൻ പോകുന്ന ഗ്യാസിൻ്റെ രണ്ടാമത്തെ പ്രോപ്പർട്ടി. ഓക്കെ, നമുക്കറിയാം നമ്മൾ ഫുഡൊക്കെ അമ്മ അടുക്കളയിൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ പുറത്ത് നിൽക്കുവാണെങ്കിലും അതല്ല മേളിലൊക്കെ റൂമിലൊക്കെയാണ് ഇരിക്കുന്നതെങ്കിലും ആ സ്മെല്ല് നിങ്ങളിലേക്ക് എത്തും അല്ലേ? ഇപ്പോൾ സാമ്പാറോ അതല്ല ചിക്കനോ ഒക്കെ വെക്കുവാണെങ്കിൽ അതിൻ്റെ സ്മെല്ല്, ആ സ്മെൽ റീച്ചസ് അസ്. കുറച്ച് ദൂരത്തേക്കാണെങ്കിൽ പോലും അത് എത്തുന്നുണ്ട്. നമ്മൾ മുറ്റത്ത് നിന്നാലോ അല്ലെങ്കിൽ നമ്മൾ രണ്ടാമത്തെ നിലയിലും റൂമിലൊക്കെ ഇരിക്കുമ്പോഴും ഒക്കെ നമുക്ക് ആ സ്മെല്ല് നമുക്ക് വരാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ അടുത്ത വീട്ടിലെ ആൻറ്റി വെക്കുന്ന സ്മെല്ല് വരെ നമ്മുടെ ഇങ്ങോട്ടേക്ക് മുറ്റത്തൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് കിട്ടാറുണ്ട് അല്ലേ? ഹൗ ഡസ് ദ സ്മെൽ ഓഫ് കുക്ക്ഡ് ഫുഡ് റീച്ചസ് അസ്?
അപ്പോൾ എങ്ങനെയാണ് ഈ കുക്ക്ഡ് ഫുഡിൻ്റെ സ്മെല്ല് നമ്മളിൽ എത്തുന്നത്? അതും ഗ്യാസിൻ്റെ മറ്റൊരു ഫിനോമിനൻ. ഗ്യാസിന് എല്ലാവരിലും ഉണ്ട് ആ ഫിനോമിനൻ, പക്ഷേ ഗേഷ്യസ് സ്റ്റേറ്റിലാണ് ആ ഫിനോമിനൻ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഡിഫ്യൂഷൻ. The particles of the aroma of food mixed with the particles of air spread from the kitchen reaches us and even farther away. അതാണ് അതിൻ്റെ ആൻസർ. അപ്പോൾ ഫുഡിൻ്റെ അരോമയാകുന്ന, അരോമ മീൻസ് സ്മെല്ലാണ്. അരോമ എന്ന് പറയുന്നത് സ്മെല്ലാണ്. സ്മെല്ലിനെയാണ് അരോമ എന്ന് പറയുന്നത്. അപ്പോൾ ദ അരോമ ഓഫ് ദ ഫുഡ് മിക്സ് വിത്ത് ദ പാർട്ടിക്കിൾസ് ഓഫ് എയർ, എയറിൻ്റെ പാർട്ടിക്കിൾസുമായിട്ട് സ്മെല്ലാകുന്ന ആ പാർട്ടിക്കിൾസ് മിക്സ് ചെയ്യുന്നു. അപ്പോൾ കിച്ചണിൽ നിന്ന്, അപ്പോൾ നമുക്കറിയാം ഗ്യാസ് എന്ന് പറയുന്നത് എന്താ, ദേ ആർ ഫ്രീ ടു മൂവ് ആണ്. അപ്പോൾ ഗ്യാസസ് ഇങ്ങനെ മൂവ് ചെയ്യണ അനുസരിച്ച് ആ അരോമ സ്പ്രെഡ് ചെയ്യുന്നു, ആ സ്മെല്ല് സ്പ്രെഡ് ചെയ്യുന്നു. അതാണ് അവിടെ സംഭവിക്കുന്നത് ഗേഷ്യസ് സ്റ്റേറ്റിൻ്റെ ആ ഡിഫ്യൂഷൻ. ഇനി ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് സോളിഡ്സിൽ, ലിക്വിഡ്സിൽ, ഗ്യാസസിൽ ഏറ്റവും കൂടുതൽ ഡിഫ്യൂഷൻ കാണിക്കുന്നത് ആരാണ്? ഗ്യാസസ് ആണ്. ഡിഫ്യൂഷൻ എന്ന ഫിനോമിനൻ ഏറ്റവും നന്നായിട്ട് കാണിക്കാൻ പറ്റുന്നത് ആർക്കാണ്? ഗ്യാസസിനാണ്. അപ്പോൾ ഗ്യാസസ് ഷോ മാക്സിമം ഡിഫ്യൂഷൻ ബിക്കോസ് ഒന്നാമത്തെ കാര്യം, ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇൻ്റർമിക്സിങ് ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് 2 ഡിഫറെൻറ്റ് ടൈപ്സ് ആണ്. 2 ഡിഫറെൻറ്റ് ടൈപ്പ് പാർട്ടിക്കിൾസിൻ്റെ ഇൻ്റർമിക്സിങ്ങിനെയാണ് നമ്മൾ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ഗ്യാസസിൻ്റെ കേസിൽ സ്പേസ് ഒരുപാടുണ്ട് അല്ലേ? മോളിക്യൂൾസിൻ്റെ ഇടയിലുള്ള ആ സ്പേസിലേക്ക് നന്നായിട്ട് ഈ പാർട്ടിക്കിൾസിനെ മിക്സ് ചെയ്യാൻ പറ്റും. ദേ ആർ ഫ്രീ ടു മൂവ് ആണ്. മൂവ്മെൻറ്റ് കൂടുതലും ഗേഷ്യസ് സ്റ്റേറ്റിലാണ്. അതുകൊണ്ട് ദേ ക്യാൻ മൂവ്. അതുകൊണ്ട് ഡിഫ്യൂഷൻ റേറ്റ് ഏറ്റവും കൂടുതൽ ഗ്യാസസിലാണ്. അപ്പോൾ ഹൗ ഡസ് ദ സ്മെൽ ഓഫ് കുക്ക്ഡ് ഫുഡ് റീച്ചസ് അസ് എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ഫിനോമിനൻ കോൾഡ് ഡിഫ്യൂഷൻ. Particles of the aroma of food mix with the particles of air spread from the kitchen and reaches us. ഇനി സ്മെൽ ഓഫ് ഹോട്ട് കുക്ക്ഡ് ഫുഡ് ആണെങ്കിൽ കുറച്ചും കൂടി സ്പീഡിൽ നമ്മളിലേക്ക് എത്തും. നമുക്കറിയാം, നമ്മൾ ഉച്ചയ്ക്ക് ആ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് അപ്പുറത്തെ വീട്ടിൽ നിന്നൊക്കെ മണം വരും. പക്ഷേ വൈകുന്നേരം അപ്പുറത്തെ വീട്ടുകാർ ആ ഫുഡ് കഴിക്കണം, രാത്രി കഴിക്കുന്ന സമയത്ത് നമുക്ക് ആ സ്മെല്ല് ഇപ്പുറത്തേക്ക് വരാറില്ല. അപ്പോഴത്തേക്ക് ആ ഫുഡ് തണുത്തു അല്ലേ? അപ്പം ഹോട്ട് കുക്ക്ഡ് ഫുഡിൻ്റെ സ്മെല്ല് കുറേ കൂടി ഫാസ്റ്ററായിട്ട് നമ്മളിലേക്ക് എത്തും. അതിന് കാരണം ടെമ്പറേച്ചർ ഇൻക്രീസസ്. ഹോട്ട് എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ കൂടി, ഹോട്ട് ഫുഡ് എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ കൂടി. വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ് റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ഓൾസോ ഇൻക്രീസസ്. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ഗ്യാസസിൻ്റെ പ്രധാനപ്പെട്ട 2 പ്രോപ്പർട്ടിയാണ്, ഒന്ന് കംപ്രസിബിലിറ്റിയും 2 ഡിഫ്യൂഷനും. അപ്പോൾ ആ ഹോട്ട് കുക്ക്ഡ് ഫുഡിൻ്റെ സ്മെല്ല് നമ്മളിലേക്ക് എത്തുന്ന ഹൗ ഡസ് ഇറ്റ് റീച്ചസ് അസ്, അതിൻ്റെ ആൻസർ നമുക്ക് കിട്ടി ഡ്യൂ ടു ദ ഫിനോമിനൻ കോൾഡ് ഡിഫ്യൂഷൻ. വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ് റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ഓൾസോ ഇൻക്രീസസ്. ഇത് രണ്ടുമാണ് ഗേഷ്യസ് സ്റ്റേറ്റിലെ പ്രധാനപ്പെട്ട 2 ഫാക്ടർ. ഓക്കെ, ഇനി ഗ്യാസിൻ്റെ മറ്റൊരു പ്രോപ്പർട്ടിയാണ് പ്രഷർ. അപ്പോൾ എങ്ങനെയാണ് ഗ്യാസിൽ പ്രഷർ ഉണ്ടാവണേ? The particles move randomly at high speed. ഗ്യാസിൽ നമുക്കറിയാം particles move randomly at high speed. Due to this random movement, the particles hit with each other. ഈ റാൻഡം മൂവ്മെൻറ്റ് കാരണം പാർട്ടിക്കിൾസ് പരസ്പരം ഇടിക്കുന്നു. They hit with each other and also hit with the walls of the container. ആ കണ്ടെയ്നറിൻ്റെ വാൾസിലും ഇത് ചെന്ന് ഇടിക്കുന്നു. The pressure exerted by the gas is because of this force exerted by gas particles per unit area on the walls of the container. അപ്പോൾ കണ്ടെയ്നറിൻ്റെ വാൾസിൽ ഇടിക്കുന്ന ഈ ഫോഴ്സാണ്, യൂണിറ്റ് ഏരിയയിൽ ഇടിക്കുന്ന ഈ ഫോഴ്സിനെയാണ് ഗ്യാസിൻ്റെ പ്രഷർ എന്ന് നമ്മൾ പറയുന്നത്. സോ പ്രഷർ ഓഫ് ദി ഗ്യാസ് എന്ന് പറയുന്നത് എന്താണ്? ദ ഫോഴ്സ് വിത്ത് വിച്ച് ദ ഗ്യാസ് മോളിക്യൂൾസ് ഹിറ്റ് ഓൺ ദി വാൾസ് ഓഫ് ദി കണ്ടെയ്നർ. കണ്ടെയ്നറിൻ്റെ വാൾസിൽ യൂണിറ്റ് ഏരിയയിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സാണ് ആ ഗ്യാസിൻ്റെ പ്രഷർ എന്ന് പറയുന്നത്. സോ എങ്ങനെയാണ് ഗ്യാസിൽ പ്രഷർ ഉണ്ടാവുന്നതെന്നും നമ്മൾ പഠിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഗേഷ്യസ് സ്റ്റേറ്റ് മനസ്സിലായെന്ന് തോന്നുന്നു. CC+ൻ്റെ 8th, 9th, 10th ക്ലാസ്സുകളിലേക്കുള്ള ട്യൂഷൻസ് അവൈലബിൾ ആണ്. കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ 8589083568. താങ്ക് യു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് CC+ൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.